3 പേർക്ക് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. നിപ്പ ബാധിച്ച നാട്ടുകൽ സ്വദേശിയായ യുവതിയും ചങ്ങേലേരി സ്വദേശിയായ യുവാവും ചികിത്സയിലാണ്. സമ്പർക്ക പട്ടികയിൽ 32 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനം പൂർണ്ണമായി ഓൺലൈനാക്കിയിട്ടുമുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ പ്രദേശത്തെടുക്കുന്നു? നിലവിൽ എന്താണ് സാഹചര്യം? ജിൽസി 3 പേർക്കാണ് നിപ്പ പാലക്കാട് ജില്ലയിൽ സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. മരിച്ച വ്യക്തിയുടെ മകൻ 32-കാരൻ നിലവിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ആദ്യം നിപ്പ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര സ്വദേശിയായ യുവതി ആരോഗ്യനിലയിൽ യാതൊരുവിധ മാറ്റവുമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കർശനമാക്കിയത്. മണ്ണാർക്കാട് താലൂക്കിൽ പൂർണ്ണമായി മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ പൊതുയിടങ്ങളിൽ എത്തുന്നവർ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ അവരുടെ ജോലി ക്രമീകരിച്ചിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം പറ്റാത്ത ആളുകൾക്ക് പ്രത്യേക അവധി നൽകാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഓൺലൈൻ ക്ലാസുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഒരു കാരണവശാലും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 32 പേരാണ് ഹയസ്റ്റ് റിസ്ക് എന്ന പട്ടികയിലുള്ളത്. 111 പേർ ഹൈ റിസ്ക് പട്ടികയിലും ഉൾപ്പെടുന്നുണ്ട്. ഇവരെ എല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഓരോരുത്തരുടെയും സ്രവ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഉൾപ്പെടെ അയച്ച് പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. ആ പ്രാഥമിക പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം പിന്നീട് അയക്കുക. ഈ രീതിയിൽ കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.